ഇപ്പോൾ പറയുമ്പോൾ ഇപ്പം എന്തുണ്ടായാലും എവിടെ ഉണ്ടായാലും പറയും. അത് കോസ്മിക് വിഷനിൽ എന്താ പറയാൻ അത് പ്രൂഫില്ലാണ്ട് പറയണതും എന്തുണ്ടായാലും പറയും. പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് മുമ്പാത്തത് അങ്ങോട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ലിറോ മാക്സ് പിന്നെ ബാക്കി പറഞ്ഞു ലിറോ സൈമൺ ലിറോ മാക്സ് ഡ്രൈവിംഗ് ലൈസൻസ് സമയത്ത് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി, അത് കളഞ്ഞോ. പിന്നെ ഇതായി സർക്കംസിഷൻ ചെയ്തു 24-25 വയസ്സ്. അപ്പോൾ പലയിടത്തും നിങ്ങളെന്താ ഇങ്ങോട്ട് വരാൻ ആരായാലും ഇങ്ങോട്ട് വരാത്തത് എന്താണ്? അന്ന് തൊട്ട് ഒരു ഇൻവിസിബിൾ ക്യാമറ സർവൈലൻസിൻ്റെ സെലിബ്രിറ്റി ലൈക്ക് എന്ന് പറഞ്ഞുള്ളത് അതല്ല, ഈ വേൾഡ് ട്രേഡ് സെൻറ്ററും എല്ലാ കണക്ഷൻസ് ഉണ്ടാവുന്നതും ഒരു സമയം വെച്ച് ഉണ്ടാവുന്നതും അതനുസരിച്ച് ഞങ്ങൾക്ക് അങ്ങനെ തോന്നണല്ലേ, എനിക്കും അങ്ങനെ തോന്നണല്ലേ. അതിലൊരു വേറെ ഒരു വിരക്തിയില്ല, വിരക്തി. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കാം. ശരിക്കുള്ള കാര്യം പറയുമ്പോൾ ലിറോ സൈമൺ വയ്ക്കുമ്പോഴും അവർ രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലുള്ള കാര്യം പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വീണ്ടും കൊണ്ടുവരണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള എക്സ്റ്റേണൽ സിനിമ ആൽഫ അങ്ങനെ പോലെ ചെയ്തിട്ട് നിങ്ങൾ ബാക്കി കാര്യം പറഞ്ഞത് അവിടെ വരെ അരുന്ധതി സിനിമ കണ്ടറിയാം അല്ല എന്തൊക്കെ ഉണ്ടാവണമെന്ന്. ആദ്യം തൊട്ട് ലാസ്റ്റ് വരെ ഒരു 2010 വരെ എന്തുണ്ടായി എന്നാ കാണിക്കണ പോലെ. അതായത് ചെകുത്താൻ വെഡ്ഡികൾ ഒരിക്കലും ജയിക്കില്ല എന്നുള്ളത് കാണിക്കാനായിട്ട് ഹിന്ദു രീതിയിൽ ഹിന്ദുസ് പോക്കാണ് മെയിനായിട്ട്. ആ ഹിന്ദുസിൻ്റെ പോക്ക് രീതിയിൽ തന്നെയാണ് ശിഖണ്ഡികൾ ആരാധിക്കുന്നതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ കാണിക്കണം. മനസ്സിലാവുണ്ടോ? ശരിക്കുള്ള മെറ്റീരിയലിസ്റ്റിക്കും ഇതും മെറ്റീരിയലിസ്റ്റിക്കും അതും മെറ്റീരിയലിസ്റ്റിക്കും മനസ്സിലാവും എന്താ വ്യത്യാസം എന്ന്. രണ്ടും ഓരോ രീതിയിൽ പോണേ. ശരിക്കും ബന്ധത്തിൽ കാണിക്കണം. അതിലും പാട്ടിൽ എന്താ മ്യൂസിക്കിൽ കാണിക്കും. ആൽഫയും ഒമേഗയും തമ്മിലുള്ള ബന്ധമാണ് അതിൻ്റെ ഉള്ള ലൂപ്പ് ഹോളിനെ കാണിക്കുന്നത്. ഇപ്പോൾ 8 എന്ന രീതിയിൽ 2888 എന്ന് കാണിക്കുന്നത്. പക്ഷെ അതിൽ രണ്ടും മിക്സപ്പ് ആയിട്ട് കാണിക്കണം. മെറ്റീരിയലിസ്റ്റിക് രീതി രണ്ടും കുരുന്തതിയിലുണ്ട്, മറ്റേ ചെകുത്താൻ വെഡ്ഡിയിലുണ്ട്. രണ്ടെണ്ണം കാണിക്കേണ്ടത് രാവിലെ. മനസ്സിലായ? ഹിന്ദുസിൻ്റെ മെറ്റീരിയലിസ്റ്റിക് രീതി രണ്ടെണ്ണത്തിൽ കാണിക്കേണ്ടത്. അപ്പോൾ കുറേ വെഡ്ഡികൾ ചെകുത്താൻ വെഡ്ഡികളും കുറേ കുരുട്ട് മോന്തകൾ വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞിട്ട് കുരുട്ട മോന്തകളായിട്ട് വൃത്തികെട്ട വാക്ക് പറഞ്ഞിട്ട് എന്തിനങ്ങനെ ജീവിക്കേണ്ട കാര്യം വേസ്റ്റ് ജീവിക്കേണ്ട കാര്യം പറയേ എത്ര പെട്ട തത്വമാണ്. ആ ടൈപ്പിൽ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട്. മെറ്റീരിയലിസ്റ്റിക് വെഡ്ഡികളുടെ രീതിയും അതിൽ ക്ഷാമം ഉണ്ടാവുന്നതും രണ്ടും കൂടി ഒരുമിച്ച് കാണിക്കുന്നുണ്ട്. അതിൽ രണ്ടും നല്ലതല്ല. രണ്ടും ഒരാൾ എന്ന് പറഞ്ഞാൽ തമ്മിൽ കൊല്ലിക്കുക, അതും വിരക്തിയും കാണുമ്പോൾ തോന്നും മെറ്റീരിയലിസ്റ്റിക് രീതിയിൽ പെണ്ണങ്ങ് ചേഞ്ച് ചെയ്യും. പക്ഷെ പെണ്ണല്ല അവിടെ വരുന്നത്. പെണ്ണെന്ന് ശിഖണ്ഡികൾ ഉണ്ടാവാം, പലരും ഉണ്ടാവാം. അത് രണ്ടും കൂടി മിക്സപ്പായിട്ട് കാണിക്കണേ. രണ്ടും അതിൽ പക്ഷെ അതിൽ പേര് ഉപയോഗിക്കുന്ന രീതിയാണ് കാണിക്കണം. പേരും മുഖം അവർ പറയണല്ലേ ഒരു കണക്ഷൻ. അതേ അന്നത്തെ പോലെ തന്നെ ഇന്നും അന്നത്തെ പോലെ തന്നെ ഇത് കാണിക്കണേ. മൃഗസ്ഥിര അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവരുടെ കണക്ഷൻ അനുസരിച്ച് നിന്റെ കല്യാണം നടത്തില്ല എന്നുള്ള പോലെ. ഞാൻ ഇപ്പം എന്താണ് സ്പിരിച്വൽ ബ്രൈഡ് അല്ലെങ്കിൽ തിരിച്ച് പ്രതിഷ്ഠിക്കാൻ സ്നേഹിക്കാൻ സൂക്ഷിച്ച വാക്ക് പറയാണ്ട് അല്ലെങ്കിൽ എന്താ പറയുക മെറ്റീരിയലിസ്റ്റിക് രീതിയിലാണ്ട് വിവാഹത്തിന് ഉടമ്പടിയിലാണ്ട് അത് വരുന്നത് അതിൽ വേറെ രീതിയിൽ കാണിക്കണം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വരണത് അത് ആ ടൈപ്പിൽ വരണം. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പേരനുസരിച്ച് ഹരോയിൻ വിളിക്കുന്നതും ആ കോണിപ്പടി കറിയുന്ന ഇക്കട വാ എന്നൊക്കെ പറയുന്നതൊക്കെ അതുപോലത്തെ ഗോവയിലത്തെ ആരും വേദനിപ്പിക്കുന്നത് ഇഷ്ടമല്ലേ. സമയത്തിന് കാര്യങ്ങൾ ചെയ്യുക, അല്ലാണ്ട് ആരും എന്താ പറയുക അത് സമയത്തിന് വരാം. അല്ലാണ്ട് എന്താ പറയുക ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എനിക്ക് ഇഷ്ടമല്ല ശരി, വെസ്റ്റ് ബംഗാൾ എനിക്ക് ഇഷ്ടമല്ല ശരിയാ. പക്ഷെ വെസ്റ്റ് ബംഗാളിൽ ഈ കുറച്ച് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് സിനിമ അരുന്ധതി 2010 നല്ല ഒരു ഫോക്കസ് എല്ലാവരും കാണാൻ പറ്റും. സാധാ പോലെ ലൊക്കട ഹിന്ദു സിനിമ പോലെയല്ല, അതിൽ കാണിക്കുന്ന വ്യത്യാസമുണ്ട്. വേദന കുറേ വൃത്തികെട്ട സിനിമകൾ വേറെ ഉണ്ട്. വേദന എടുക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുക. എന്തിനാണ് വേദനിപ്പിക്കണം? ശരിക്കുള്ള കാര്യം മനസ്സിലാക്കുക, അതനുസരിച്ച് എന്താ പോകണം. അപ്പോൾ നീയാണ് അതിന് കാരണം. നീ ഉരുട്ടോ, നിൻ്റെ നിന്നാണ് ആ വ്യവസ്ഥ, അതാണ് വരുന്നത്. വെസ്റ്റ് ബംഗാളിൽ എന്തൊരു ഇങ്ങോട്ട് വരാൻ്റെ അർത്ഥം എന്താ? വെസ്റ്റ് ബംഗാളിൽ ഇങ്ങോട്ട് വരൂ വന്നു വാ എന്ന് പറഞ്ഞാൽ യേശു എന്നാണ് പറഞ്ഞത്. യേശു എന്ന് പറഞ്ഞാൽ വാ എന്നാണ്. വാ യേശുവാന്ന് പറയില്ലേ, വാ. അതാണ് വെസ്റ്റ് ബംഗാളിൽ യേശു എന്ന് പറഞ്ഞാൽ. ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് ഓർമ്മയില്ല? ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാം ഈ സമയത്ത് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഫുൾ ബോധത്തോടെ പറയണേ? നിങ്ങൾ ഡ്രഗ് അടിച്ച് പിടിച്ച് നടക്കണമെന്ന് എന്താ കാര്യം?
അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഈ സിനിമ തന്നെ വേറെ രീതിയിൽ കാണിച്ചിട്ടുണ്ട്, വേറെ ഒരു നടിയൊക്കെ വെച്ചിട്ട് കോക്കിലസന്ന എന്നൊക്കെ പറഞ്ഞിട്ട് അത് തീരെ വളഞ്ഞ പോലെ ഉണ്ടാക്കി വെച്ചതാണ്, അത് കാര്യമില്ല. അപ്പോൾ ഏതാ കണക്ഷൻ നോക്ക്, എന്താ വാക്കുകൾ ഉപയോഗിക്കണം നോക്ക്, ഏത് സമയത്ത് ഉണ്ടാവണം നോക്ക്. ഈ സിനിമ 1999 ഇറക്കിയ കാര്യമുണ്ടോ? ഇല്ല. 2026 ഇറക്കിയ കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അത് ഓരോ സമയത്ത് തന്നെ വരണം. അതുകൊണ്ട് നീ പാട്ട് പാടി മറ്റേ സന്നസാന്ദ്രയിൽ പോയിട്ട് 2017 7 വർഷം കഴിഞ്ഞിട്ട് ഈ പാട്ട് നന്നായിട്ട് നല്ല സംശയമുണ്ട്. സന്നസാന്ദ്രയിൽ എവിടെയാണെന്ന് വെച്ചാൽ പാടിയുണ്ട് 2017-18. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞ അത് മാത്രമല്ലല്ലോ, വേറെ അല്ല കന്നഡ സോങ്ങും അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. എനിക്ക് ഇഷ്ടം. പിന്നെ അത് എൻ്റെ പോലെ ഇല്ലാതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നപ്പോൾ ഓഗസ്റ്റ് 2019 2018 കഴിഞ്ഞ് 2019 ഞാൻ ഡിലീറ്റ് ചെയ്തു എല്ലാ സ്റ്റോറിയും പാട്ടും. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തു. ഓഗസ്റ്റ് 2019 ഡിലീറ്റ് ചെയ്തു. മ്യൂസിക്കും ഒരു 43 സോങ് ഇട്ടുണ്ടങ്ങ് സ്മ്യൂളിൽ. അപ്പോൾ അത് അന്ന് ഇറങ്ങിയ സ്മ്യൂൾ. ഇപ്പോൾ സ്മ്യൂൾ അധികം ഇല്ല, സ്മ്യൂൾ ഇപ്പോൾ അധികം ഫേമസ് അല്ല. അന്ന് ഇറങ്ങിയ സമയത്ത് സ്മ്യൂൾ ഇറങ്ങിയ സമയത്ത് അപ്പോൾ അത് പോട്ടെ. അത് ആദ്യമായിട്ട് പിന്നെ 2017 പോകണം. അത് പോട്ടെ. 2017 എടുക്കണം, 2026 എടുക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പങ്കജാക്ഷൻ എന്ന് പറയുന്ന പേര് ആർക്ക് ഇപ്പം ഞാൻ കുറേ സമയത്ത് പങ്കജാക്ഷൻ പോട്ടെ, കുറേ സ്ഥലത്ത് പല സ്ഥലത്തും നിങ്ങൾ സാധാരണ രീതിയിൽ ചെയ്യണ പോലെ കക്കോൾഡ് അങ്ങനത്തെ കാര്യങ്ങൾ അന്നും അങ്ങനെ ഞാൻ ശ്രദ്ധി 16-17 വയസ്സിലും നിങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്ക്. നിങ്ങൾക്കല്ല റിവൈൻഡും പീപ്പും. ഒരു ആൾ വന്ന് ആളാരായാലും മറ്റേ സർക്കംസിഷൻ ചെയ്തിട്ടില്ല, അവർ ഭാര്യയ്ക്ക് കൂടെ കളിക്കുമെന്ന് ചോദിച്ചിട്ട് കാര്യങ്ങൾ. പക്ഷെ അവർ ബസ് കുറേ നടന്ന് എനിക്ക് ബസ് കയറാന്ന് വെച്ചാൽ സർക്കംസിഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ ചിന്തിക്കണ കാര്യമല്ല ഞാൻ ചിന്തിക്കുന്നത്. സർക്കംസിഷൻ ചെയ്യാത്ത കാരണം താഴേക്ക് ഇറങ്ങണില്ല, അത് വരില്ല ആ ടൈപ്പ് അറിയാം, അത് മനസ്സിലാക്കാം. 16-17 വയസ്സിൽ കഴിഞ്ഞിട്ട് പിന്നെ 18 24 വയസ്സ് 23 വയസ്സിൽ മനസ്സിലാക്കുകയാണെങ്കിലും താഴോട്ട് ചെയ്യണം. പിന്നെ ലെഫ്റ്റ് ഹാൻഡാണ് പിന്നെ തുടങ്ങുന്നത് 25 വയസ്സ് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇംഗ്ലണ്ടിൽ പോയി ഹാരോഡ് അടുത്താണ് നോർത്തിക് പാർക്ക് ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് വന്നിട്ട് കമോൺ വി ക്യാൻ ഗോ അപ് സ്റ്റേഴ്സ് ആൻഡ് വി ക്യാൻ എൻജോയ് അവർ സെൽസ്, വി ക്യാൻ ബിക്കം ഹാർട്ട്, യു ആർ സോ ഹാർട്ട്, യു ആർ ഫീലിംഗ് സോ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് മോളിക്ക് കൊണ്ടുപോയി. ഞാൻ കുറച്ച് ഇതുവരെ നടന്നു, കുറേ തിരക്കുണ്ട്. അപ്പോൾ മുകളിൽ ഒഴിഞ്ഞ സ്ഥലമുണ്ട്, ദർ ഇസ് ആൻ ഹിഡൻ പ്ലേസ് അവർ അപ്സ്റ്റെയർ, വി ക്യാൻ ഗോ ആൻഡ് അപ്സ്റ്റെയർ. അപ്പോൾ ഞാൻ ഇവർ തലയ്ക്ക് സുഖമില്ലാത്ത പോലെ പെണ്ണാണെങ്കിൽ എൻ്റെ കഴുത്ത് വെട്ടിയാൽ തീർന്നില്ല എൻ്റെ ജീവിതം അവിടെ. അപ്പോൾ ഞാൻ പിന്നെ പോയി സർക്കംസിഷൻ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഞാൻ പോയില്ല. അപ്പോൾ നീ ചിന്തിക്കണ കാര്യമല്ല ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ കുറേ കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ എന്നിട്ട് സാധാരണ സ്വെല്ലിംഗ് ആയിട്ട് ഇവിടെ ഉള്ളിൽ സലാററി ഗ്ലാൻസ് ടങ്കിൻ്റെ ഏറ്റവും അറ്റത്ത്, പിന്നെ ഇവിടെ നാവ് തിരി ട്രിബ്ലിഷ് ആയിട്ടുണ്ട്, ഇങ്ങനെ ഇതായിട്ടുണ്ട് ബ്ലിമിഷ്. അപ്പോൾ അത് ഇവിടെ നാവ് കുറേ കടിച്ചു. നല്ല ഫുഡ് ഞാൻ ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പോൾ തണുപ്പിക്കാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും പിന്നെ കഴിക്കുള്ളൂ, ഇത്തിരി കൂടെ ആവി കയറി വൈകുന്നേരം. അപ്പം തന്നെ നീ ചിന്തിക്കണ രീതിയിൽ നീ ചിന്തിക്കണ സമയത്തല്ല ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് നീ ചിന്തിക്കേണ്ട, നീ ഇഷ്ടമുണ്ടെങ്കിൽ നീയാണ് ബെല്ലടിച്ച് സംസാരിക്കേണ്ടത് അല്ലേ. അത് നീ ചെയ്യണല്ലേ. ഇപ്പം നീ കുശിടുന്ന സമയത്തല്ല ഞാൻ ബോംബ് ഇടുന്നത്. അപ്പോൾ ഞാൻ ബോംബ് ഇടുന്ന സമയം വ്യത്യാസമുണ്ട് എവിടെയാണെങ്കിലും. നീ ഇടണ സമയത്ത് കുശിടുന്ന സമയം വ്യത്യാസമല്ലേ. അതെല്ലാം സെയിം രീതിയിലാണോ പോണേ? അല്ല. പിന്നെ ബോംബ് ഇടുന്നതും കുശിടുന്നതും വ്യത്യാസമുണ്ട്. ഷൂന്ന് വിടുന്നതും ബോംബ് ഉറക്കെ ഭൂം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുന്നതും സൂപ്പർ സോണിക് ആയിട്ട് വിടുന്നതും വ്യത്യാസമല്ലേ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നതും പബ്ലിക്കായിട്ട് ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ സിമ്പിൾ വേയിൽ പറയുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ ഈ ഷിജീനും ഈ 2029 വരെ കാത്തിരുന്നു. വൃത്തികേട് ശിഖണ്ഡികളെ അരച്ചിട്ട് പേരും ഭർത്തയായിട്ട് മാറ്റിയിട്ട് പറഞ്ഞിട്ട് ഈ അനിയന്മാർ അവരുടെ മുന്നിലൊരു ചേട്ടൻ ചത്തുണ്ടോ, വേറെ ചേട്ടൻ്റെ കൂടെ നടന്ന് കുറേ കസിൻസും കുടിച്ചിട്ട് അവർ 3ാമത്തെ അനിയന്മാർക്ക് ജനിച്ചതാണ്. അവരോടതാണ് ഈ ബെല്ലടിച്ച് 3 വർഷം ഇവിടെ ഉണ്ടെങ്കിൽ കുടിച്ചും ഡ്രഗ് അടിച്ചിരിക്കുക. അപ്പോൾ എല്ലാ മിനിറ്റും എല്ലാ മണിക്കൂറും 15 മിനിറ്റിലും എല്ലാ 3 നേരവും അത് കഴിഞ്ഞ് ദിവസങ്ങളും ആഴ്ചകളും എല്ലാ സമയത്തും ഉണ്ടാവും കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കാൻ പലരും. അവരിത് പറയില്ല, അവരിപ്പോൾ ഇത് പറഞ്ഞ പേടും. അവർക്ക് ഇതിൽ കണക്ഷൻ ഇല്ല. ഏതോ 1960 ജനിച്ച 11 വയസ്സിൽ കാണുന്നതും 40 വയസ്സായിട്ട് കാണുന്നതും വ്യത്യാസമല്ലേ. കണക്ഷൻ വെച്ച് കാണുന്നതും ഒരു കണക്ഷൻ ഇല്ലാത്ത ഒരാൾ പങ്കജാക്ഷൻ കാണുമോ?
ഒരു താലും മാമുക്കോയും എന്ന് പറഞ്ഞ് നടക്കണ കള്ള് മുടിച്ചിട്ടാക്കടിച്ച അനിയന്മാർ ഗുഡ്ക ഏത് കണ്ണാറ എവിടെ കണക്ഷൻ ഇല്ലാണ്ട് ഗുഡ്കയും കഴിച്ച് വൃത്തികേട് പറഞ്ഞ അനിയന്മാർ ഒരു വളഞ്ഞ മോദി വരിക്കണവർ മാമുക്കോയ ഷോർമിന് പകരം അഭിനയിക്കുമോ? താൽ ചന്ദ്രലേഖ പേര് കണക്ഷനായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങളുടെ പേരാണ് ഹാരിസ് എന്ന്. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹാരിസ് അല്ലേ എന്ന് സംസാരിച്ചാൽ വേറെ ഒന്നും നടക്കില്ല എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ അറിയാം കണക്ഷൻ വെച്ചിട്ട് ഓരോരോ സംഭവങ്ങൾ നടക്കുന്നതും ഒരു പുതിയ തലത്തിൽ വരണതാണ്. അത് പഴയ സമയത്ത് അങ്ങനെ നടക്കണല്ലേ. പഴയ സമയത്ത് 1940 1960 ജനിച്ചവരെ നിങ്ങൾ ബെല്ലടിച്ച് കുടിച്ചിട്ടൊക്കെ അടിച്ചിരിക്കുക വർഷങ്ങൾ 3 വർഷം കൂടി ഛർദ്ദിച്ചും ഫ്രൈഡ് റൈസും ഛർദ്ദിച്ച് ഭക്ഷണം കഴിച്ച് കുറേ നാൾ കഴിയണ്ടോ? അപ്പോൾ അതിരിക്കണം കൊണ്ടാണ് പഴകിയവർ അനുകരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമില്ലാന്ന് പറയുന്നത്. 2006 2003 ജനിച്ചവരും അത് കഴിഞ്ഞിട്ട് കാണുന്നതും വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് കണ്ണ് ഇങ്ങനെ പതുക്കെ മെച്ചുവറായി വന്ന് ഇങ്ങനെ കാണുന്നതും 2003 കഴിഞ്ഞ് 2006 കഴിഞ്ഞ് 2010 കഴിഞ്ഞ് ഒരു 8-9 അത് കഴിഞ്ഞിട്ട് കാണുന്നതും ആദ്യമേ തൊട്ട് മനസ്സിലാക്കി വരുന്നതും വ്യത്യാസമുണ്ട്. അത് നിങ്ങൾക്ക് പാസ്റ്റും ബാഡ് ഫ്യൂച്ചർ അറിയില്ലെങ്കിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് ലക്കൊക്കെ ഇട്ട് പ്രസൻറ്റ് അറിയാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് ബൂസായിട്ട് പറയിപ്പിച്ച് പറഞ്ഞിട്ട് ഡ്രഗ് അഡിക്സ് പറയുകയാണെങ്കിൽ കൈ അടിച്ചിട്ട് എന്താ കാര്യം? അവർ സ്വന്തം തള്ളയും കൊലിച്ച് വേഗം തന്നെ വേസ്റ്റ് ആവുന്നത് നല്ലത്. ഇങ്ങനെ ഉള്ളൊരു ഷാജു പാരലൈസിസ് ആയിട്ട് കിടക്കണല്ലേ, പെട്ടെന്ന് ഇല്ലാണ്ടായിക്കോ. പേര് വിളിച്ച് വെല്ലടിച്ച് സംസാരിക്കാൻ പറ്റാത്ത, തോണ്ടി സംസാരിക്കാൻ പറ്റാത്തവർ പെട്ടെന്ന് തന്നെ വേസ്റ്റ് ആയിട്ട് കിടന്നു അവിടെ തന്നെ കിടക്കട്ടെ. ഒരാൾക്ക് അവരെ കൊണ്ട് ആവശ്യമില്ല. ചുക്കപ്പുക്കെന്ന് പറഞ്ഞിട്ട് ഒരു മോന്തയും വെച്ച് ഇങ്ങനെ വേസ്റ്റ് ജീവിതം നിരങ്ങി നീങ്ങണതിന് പകരം പേര് വിളിച്ച് സംസാരിക്കാൻ അറിയാത്തവർ പിന്നെ പേര് ഓർക്കാൻ വേണ്ട. അവർ ചാവണ ഒരു പേര് ഓർത്ത് കഴിഞ്ഞാലും അവർ മെറ്റീരിയലിസ്റ്റിക് എരുന്നൂട്ടി വാങ്ങി, ഞങ്ങൾ എരുന്നൂട്ടി വാങ്ങി എന്ന് പറഞ്ഞിരിക്കുള്ളൂ. പേര് ഓർത്താലും എനിക്ക് അറപ്പാണ്. ഒരു കാര്യം പേര് വിളിച്ച് സംസാരിക്കാൻ അറിയാണ്ട് പേര് ഓർത്ത് കഴിഞ്ഞാൽ എനിക്ക് അറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കണക്ഷൻ ഇല്ലാണ്ട് പിന്നെ കുറേ സീജറോയിനെയും കുമ്മുട്ടിയും തലയ്ക്ക് സുഖമില്ലാത്തവരും വെടി വെച്ചാണവരും പൊക്കി നടന്നില്ലേ കോൺഫിഡൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വെടി വെച്ച് സ്വയം ചത്തു. എന്നിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ലേ അവരായിരുന്നു കൂട്ടി ചത്തേ ധൈര്യമില്ലാണ്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നു, വീട് ചിരട്ടിൽ വെച്ച് ശിഖണ്ഡി കാലിച്ച് നടന്നു, ഞങ്ങളായിരുന്നു വെട്ടി വാങ്ങി. ഇങ്ങനെയാണ് നിങ്ങൾ പറയണേ. നിങ്ങൾ ആദിവാസികളെക്കാൾ കഷ്ടമായിട്ട് പോകണേ. കുറച്ചെങ്കിലും വിദ്യാഭ്യാസം വന്നപ്പോഴും ഈ മെറ്റീരിയലിസ്റ്റിക് രീതി തന്നെ തുടർന്ന് നിങ്ങൾ ശരിക്കുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റണല്ലേ. എന്തെങ്കിലും ശിഖണ്ഡികളെ ആരാധിച്ച് ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിപരീതമാണെന്ന് പറയും. നോണ കേട്ടുകഴിഞ്ഞാൽ നോണ ശിഖണ്ഡികളെ ആരാധിക്കുന്നത്, ശിഖണ്ഡികളെ ആരാധിക്കണം, ശരിയാ, ശിഖണ്ഡികളാണ് ദൈവം. നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? വെട്ടി ബ്രഹ്മണും യഹോവ എന്ന് പറയുമ്പോൾ ശിഖണ്ഡികൾ ഒരു സ്ത്രീയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. അല്ലെങ്കിൽ മൃഗങ്ങൾ തേജസ് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ മനുഷ്യരുടെ തേജസ് നഷ്ടപ്പെട്ടപ്പോൾ ആൽഫ തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, സോഴ്സ് വാക്കുകൾ പറയാണ്ട്, പൊട്ട തിരഞ്ഞെടുക്കാണ്ട് സ്ട്രോങ് ആയിട്ട് മൃഗങ്ങളെ പരിപാലിക്കുക, മൃഗങ്ങളെ അവർ ആക്രമിക്കണല്ലേ. എക്സ്റ്റേണൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമ്പോൾ, സ്ട്രെങ്ത് ആയിട്ട് നടക്കുമ്പോൾ മൂത്രമൊഴിക്കാൻ മാത്രം ഉപയോഗിക്കും. നിങ്ങളില്ലേ മക്കളുണ്ടാക്കേണ്ട കാര്യമില്ല. മക്കളുണ്ടാക്കി തുടങ്ങി യേശുക്കും പരിഭവം കൊണ്ടുവന്നിട്ട് മൃഗങ്ങളെ ഇവർ ആക്രമിക്കാൻ തുടങ്ങി. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ മക്കൾ തമ്മിൽ അടികൂടാൻ തുടങ്ങി. ആരുടെ ഇവിടെ നിന്ന് മക്കളുണ്ടായതല്ല, അവർ നിരങ്ങി നീക്കിയാലും മക്കൾ തമ്മിൽ അടികൂടാൻ തുടങ്ങി. മക്കൾ തമ്മിൽ അടികൂടാൻ നിർത്താനായിട്ട് മുരുകനെ അയ്യപ്പനും മൃഗരെ ഉണ്ടാക്കി തുടങ്ങി. അവർ നല്ലത് മൊത്തം സൃഷ്ടിച്ചത്. അപ്പോൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. ശിഖണ്ഡികൾ ഉണ്ടാവാൻ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ട്. ശിഖണ്ഡികൾ എങ്ങനെ ഉണ്ടാവണേ? വെറുതെ ഉണ്ടാവുന്നതല്ലേ. കുറേ പേര് കൂടി ഒരു പെണ്ണിനെ ഇതാക്കുമ്പോഴാണ് പല രീതിയിലും മിക്സപ്പായിട്ട് മനസ്സിലാക്കണം. മിക്സപ്പ് ചെയ്തിട്ട് മെറ്റലിസ്റ്റിക് ശിഖണ്ഡി ചരിത്രം കാണിച്ചിട്ട് കാര്യമില്ല. അത് ദൈവമല്ല. കുറേ പേര് കൂടി പെണ്ണിന് ചെയ്യുമ്പോൾ പല രീതിയിൽ നിന്ന് വരണ രീതിയിൽ ശിഖണ്ഡികൾ ഉണ്ടാവണേ. അത് ശാപമാണ്. ശിഖണ്ഡികൾ ഉണ്ടാവണം. ശിഖണ്ഡികൾ ആരാധിക്കാൻ പോയി കഴിഞ്ഞാൽ അത് അതിനേക്കാളും വലിയ തെറ്റ്. അപ്പോൾ മനസ്സിലാക്കി ഹിജറകളെ കുറ്റം പറഞ്ഞ് സിഗരറ്റ് വലിച്ച് നടക്കും. അങ്ങനെയല്ല വരുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ കുഴപ്പം, ഇവിടെ വ്യത്യാസം. പിന്നെ ശിഖണ്ഡികളുടെ പോലെ ഹിന്ദി കുട്ടികൾ, മലയാളി MDMA ആരെങ്കിലും ഇവർ കോപ്പി ചെയ്യാൻ പോകും. ധൈര്യമില്ലാത്തവർ ഒരു ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുകയും പറഞ്ഞിരിക്കുക. ഒരു മനസ്സിലാക്കാനുള്ള ബോധം വേണ്ട ആരെന്താന്ന്. എന്നിട്ട് ശിഖണ്ഡികളെ വളർത്തി ശിഖണ്ഡികളെ പുറത്താക്കി ശിഖണ്ഡികൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി സിഗരറ്റും വലിച്ച് കുറ്റം പറഞ്ഞ് ഡ്രഗ് അടിച്ചിരിക്കുമ്പോൾ അവരെ പോലെ കുറേ മുണ്ട് ഷർട്ടിട്ട ഭാര്യമാരുള്ള ഹിജറകൾ, ഹിന്ദി MDMAകൾ, മലയാളി MDMAകൾ, മലയാളി കുട്ക പാൻപരാഗുകൾ, കന്നഡ കാണ്ടുകൾ മൊത്തം അവർക്കൊന്നും അറിയാം. ബേന്ന് സംസാരിച്ചിരിക്കാൻ അറിയാം, അല്ലാണ്ട് വേറെ ഒന്നും ശരിക്കുള്ള കാര്യം അറിയില്ല. ഇനി അവിടെ ചുക്ക പുക്ക എന്ന് പറഞ്ഞിരിക്കും. എന്താ കാര്യം? കുറേ കഴിഞ്ഞ് അവർ തന്നെ വല്ല ആക്സിഡന്റ് കൂട്ടി വാങ്ങും. പറയാം ഞങ്ങളെ കൂട്ടി വാങ്ങി, ഞങ്ങൾ ചുക്ക പൊക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുള്ളവര്. ഞങ്ങൾ ചുക്ക പൊക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം വേസ്റ്റ്, ഞങ്ങളുടെ തന്തയും തള്ളയും പറഞ്ഞ് ഞങ്ങൾ ശിഖണ്ഡികളെ ആരാധിക്കാൻ. അപ്പോൾ ഞങ്ങളെ വേസ്റ്റ് അവരെ വേസ്റ്റ്. എന്നിട്ടിപ്പോൾ അങ്ങനെ പറയണവര്. ഇത് ധൈര്യമുള്ളത് ധൈര്യം ഇല്ലാത്ത വിഡ്ഢികളാ ചെയ്യുക. ഷിജിൻ അങ്ങനെ പറയണേ.
ഞങ്ങൾ കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നു പറയിപ്പിച്ച് പറഞ്ഞു മുസ്ലിംസ് ശിഖണ്ഡികളെ അടിച്ച് പേര് പറയിപ്പിച്ച് പറഞ്ഞു. ഞങ്ങളുടെ പേര് പണ്ട് അഫ്താബ് ഇക്ബാൽ എന്നൊക്കെ ഉണ്ടായിരുന്നു. കുറെ ഡ്രഗ് അടിച്ച് കുടിച്ച് ഞങ്ങളുടെ കണ്ണിന്റെ ഗതി മാറി, ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് മാറി. ഞങ്ങൾ പഴയ ഉറങ്ങിയ കണ്ണൊക്കെ പോയി ഡ്രഗ് അടിച്ച കണ്ണ് പോലെ. എന്നിട്ട് ഞങ്ങൾ പറയും ഞങ്ങളുടെ സ്വന്തം കണ്ണാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഭിനയിക്കും. എന്നിട്ട് കുറെ ഡ്രഗ് അടിച്ച് പറയിപ്പിച്ച് ഞാൻ അനിയന്മാര് ഞങ്ങൾ ചേച്ചിമാരെ കൊണ്ടായിരുന്നു കുട്ടി വാങ്ങി ഭ്രാന്തിയാക്കിയിട്ട് തന്തേനും തള്ളേനെയും ഒരു ടൈപ്പിൽ ആയിരുന്നു കുട്ടി കൊല്ലിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറെ അഭിനയിക്കും, കുറെ ഡ്രഗ് അഡിക്സ് കൈയടിക്കും, എന്നിട്ട് ഇല്ലാണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ധൈര്യം. കുറെ പേര് ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ കൊല്ലപ്പെടും. ഞങ്ങളുടെ തിരിച്ചാക്രമിക്കാനും ധൈര്യത്തിൽ നിൽക്കാനൊന്നും അറിയില്ല. കണ്ടാൽ അവർക്ക് തിരിച്ചറിയണ രീതിയൊന്നും ഇല്ല. കൊന്നു കഴിഞ്ഞാൽ കൊന്നു ചത്തു. നമുക്ക് പണ്ടത്തെ ആയുസൊക്കെ തേജസ് ഉണ്ടായിരുന്നു, ആയുസ് കുറഞ്ഞ ആൾ 300 വർഷം ഉണ്ടായിരുന്നു. പരസ്പരം ഏഷ്ണി പരിഭവം നടക്കാൻ പാടില്ല ഒന്നും അറിയില്ല. ധൈര്യമായിട്ട് നിൽക്കാൻ ഞങ്ങൾക്കറിയില്ല. നമ്മൾ പരസ്പരം കൊല്ലിക്കും, ഏഷ്ണി പരിഭവം കൊണ്ട് നടക്കും. കുറെ പേരുണ്ട് ഹിജറകൾ ഉണ്ടാക്കും, ശിഖണ്ഡികൾ ആരാധിക്കും. മൃഗങ്ങൾ പിന്നെ പണ്ടൊന്നും ആക്രമിക്കലുണ്ടായിരുന്നില്ല. തേജസ് നഷ്ടപ്പെട്ട് നമ്മൾ ആക്രമിക്കാൻ തുടങ്ങി. അപ്പം മൃഗങ്ങളെ ഞങ്ങൾ ആരാധിച്ച് തുടങ്ങി. അതൊക്കെ മാറ്റും. അപ്പോൾ എന്തിനാ സാക്രിഫൈസ് പിന്നെ കുറേ നാൾ ജീവിതം നീട്ടി കിട്ടാനാണ് നിത്യജീവൻ ലൈഫ് സ്പാൻ ഒക്കെ പറയണ്ട. അതൊക്കെ വെറുതെ. ഞങ്ങൾ ശിഖണ്ഡികളെ ആരാധിക്കണവരല്ലേ, ഞങ്ങൾ പെട്ടെന്ന് ഇല്ലാണ്ടാവും. അതേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ഞങ്ങൾ തന്തി തള്ള അങ്ങനെ പഠിപ്പിച്ചാണ്. ഒരു തന്തി തള്ളി കുറെ നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിഖണ്ഡികളായിരിക്കും പറയും. പലരും ഞങ്ങൾ കണ്ടുണ്ട്, മക്കള് തന്തേനെ തള്ളേനെ കൊല്ല, തന്തി തള്ളയും മോനെ കൊല്ല കണ്ടുണ്ട്. അത് ശിഖണ്ഡികൾ അരച്ച് മുസ്ലിംസും അങ്ങനെയൊക്കെയാണെന്ന് അറിയാം. ഇപ്പോൾ ഖുർആൻ അരച്ച് തമ്മിൽ ആയിരുന്നു കൂട്ടി വാങ്ങുന്നത്. റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്തത്. ഞങ്ങൾക്ക് ശരിക്കുള്ള കാര്യങ്ങളൊന്നും അറിയാണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഇതായിരിക്കും നീങ്ങിയാൽ മതി. ജീവിക്കാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ആയി പോയില്ലേ. എന്തിനെ മാറാണ്ട് ഇങ്ങനെ സ്വയം വീട് മാറി പോയിട്ട് എന്താ കാര്യം? പിന്നെ ഈ ഹിന്ദി കുട്ടികൾ വേണ്ടിയമേ ഒന്നും പറയില്ല. അവരെന്ത് പെടും, ഡ്രഗ് അടിച്ച് പെടുന്നവർ പറയില്ല. അതുകൊണ്ട് 7th ഓഗസ്റ്റ് വന്നത്. ഈ 78-97 കഴിഞ്ഞ് 2888 × 3 + 2 24 + 2 26 ആണ് വരണത്. അതൊരു മുസ്ലിംസും റോമൻ കാത്തലിക്സിനും കൂടി ഇതിനെക്കുറിച്ച് അറിയില്ല. ബൈബിൾ മൊത്തം വായിക്കാത്തവർ. ഹിന്ദുസിനും ഇതിനെക്കുറിച്ച് അറിയില്ല. ശിഖണ്ഡികളെ ആരാധിക്കുന്നവർക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല. പിന്നെ അത് മെറ്റീരിയലിസ്റ്റിക് രീതിയുടെ കാര്യം ശരിയല്ല എന്നൊന്നും ഈ ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്നവരും ബോധമില്ലാണ്ട് പെടാൻ പോണവരും ആരും ഇത് പറയില്ല. അപ്പം ആരും ഏത് മുഖം എവിടെ വരാമെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള ഡ്രഗ് അടിച്ച് കുറിച്ച് നടക്കുന്നവരും എവിടെയായാലും അങ്ങനത്തെ കാര്യങ്ങൾ പറയില്ല. എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ്. അപ്പം ആദ്യമേ തൊട്ടുള്ള കാര്യം അറിയാത്തവർ, പാസ്റ്റും ബാഡ് ഫ്യൂച്ചറും അറിയാത്തവർ ഒരിക്കലും പ്രസൻറ്റിനെ കുറിച്ച് അറിയില്ല. പ്രസൻറ്റിനെ കുറിച്ച് അറിയാണ്ട് ഇവിടെയുള്ളതിനെ കുറിച്ച് അറിയാണ്ട് ജീവിക്കാൻ നിരങ്ങി നീങ്ങിയിട്ട് കാര്യമുണ്ട്. പെട്ടെന്ന് വേസ്റ്റ് ആക്കുക. ഒരാളുടെ പേര് ചൊല്ലി സംസാരിക്കാൻ അറിയാത്തവർ പിന്നെ പേര് ഓർത്തിട്ട് കാര്യമുണ്ട്. അങ്ങനെ ആരെയും പേര് ഓർത്തിട്ട് പെട്ടെന്ന് ചത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാളും വലിയ ഉറപ്പാണ്. അപ്പോൾ ഈ 7-8 കഴിഞ്ഞിട്ട് മുസ്ലിമായിട്ടൊരു ബന്ധമില്ല. 7-8-6 ഒന്നും. അപ്പോൾ അതിൻ്റെ 7th ഓഗസ്റ്റ് ഒക്കെ മാറി. അപ്പോൾ ആദ്യം അറിവ് വെച്ചിട്ട് വിപരീതം ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് 2nd ഓഗസ്റ്റ് 7 മാസം 5 മാസം എന്ന പോലെ 5 മാസത്തിൽ 1ാമത്തെ മാസം ഓഗസ്റ്റ് 5 അതുപോലത്തെ സമയത്ത് ആയിരുന്നു കൂട്ടി വാങ്ങുന്നു. ഫേക്ക് ബർത്ത് ഡേറ്റും 7th മാസം കഴിഞ്ഞിട്ട് ഈ 5th മാസം 5 മാസത്തിൻ്റെ 7 മാസം 5 മാസം 12 മാസം 5 മാസം 7 5 ജനിച്ച് 5 മാസം കഴിഞ്ഞ് 1ാമത്തെ മന്ത് ഓഗസ്റ്റിൽ 2ാമത്തെ 7 മാസം കഴിഞ്ഞ് 8ാമത്തെ മാസം 2ാമത്തെ തീയതി ദിവസം കഴിക്കുമ്പോൾ ആ രീതിയിൽ വരണ 2888 രീതി വരണ യഹൂദിയരുടെ കണക്ഷനുള്ള നമ്പർ. അല്ലാണ്ട് അതിൽ മുസ്ലിംസോ 786 വേറൊരു കോണത്തെ നമ്പറും ഒരു കണക്ഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ വീട്ടിൽ ശിഖണ്ഡികളെ അയച്ചിട്ടുള്ള നമ്പറല്ല പറയണേ. ശിഖണ്ഡികളെ ഞാൻ ആരാധിച്ചിട്ടില്ല. ശിഖണ്ഡികളെ ആരാധിച്ച് MDMA കഴിച്ചിട്ടല്ല ഞാൻ ജനിച്ചേക്കണേ. അല്ലെങ്കിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് ഹിന്ദു ആയിട്ടല്ല ഞാൻ ജനിച്ചേക്കണേ. അപ്പോൾ ആ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ വന്നേക്കണേ. അക്ഷരവും സമയവും വേർഡും അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ജൂലൈ 28 കൊറോട്ടി August 2 33 വയസ്സാവണല്ലേ. അപ്പോൾ ആ ടൈപ്പിൽ 12-12-90 മെയിനായിട്ട് കിടക്കണത്. അത് കഴിഞ്ഞിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് നേച്ചറാണ്. സമയത്തിന് ഒരു ലൂപ്പ് ഹോൾ വന്നിട്ടുണ്ടെങ്കിൽ ആ 2888 1988 കഴിഞ്ഞിട്ടുള്ള രീതി വരണം. അല്ലാണ്ട് 1947 തൊട്ട് 1987 വരെയുള്ളത് വരില്ല. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പങ്കജാക്ഷൻ്റെ കാര്യം. പങ്കജാക്ഷൻ എന്നുള്ള പേരെല്ലാം വേറെ എന്തെങ്കിലും പഴയ പേര് 1988 കഴിഞ്ഞിട്ട് 2000 കഴിഞ്ഞിട്ട് 2000
1995 കഴിഞ്ഞിട്ട് ആർക്കും അങ്ങനെ ചെറിയ പിള്ളേർക്ക് പേരിടില്ല. അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള 40 വയസ്സായിട്ട് 11 വയസ്സ് വരെ ഒരു കണക്ഷൻ വെച്ച് കാണുന്നതും ഏതോ ഒരു കണക്ഷൻ ഇല്ലാത്ത ഏത് പങ്കശേഷൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് എവിടെയോ വയസ്സാലത്ത് ജനിച്ചത് കാണുന്നതും 40 വയസ്സായിട്ട് 50 വയസ്സായിട്ട് ഒരു പുതുതായിട്ട് വരുന്ന വെസ്റ്റേൺ ടച്ചുള്ളത് ഒരു പുതിയ കണക്ഷൻ വെച്ച് 11 വയസ്സുകാരനായിട്ട് കണക്ഷൻ ഉള്ളത് കാണുന്നതും വ്യത്യാസം. അവർ വേറെ ശരിയാ പോട്ടെ വിചാരിക്കും. അപ്പം നിങ്ങൾ ആ വീട്ടിനെ സ്വപ്നം കാണണേ, മനസ്സിലാവണ്ടേ? അതുകൊണ്ട് പങ്കജാക്ഷൻ അല്ല, പങ്കജാക്ഷൻ അങ്ങനെ പറഞ്ഞ് സംസാരിക്കില്ല ഡ്രഗ് അടിച്ച് കുടിക്കാൻ. അത് ഹാരി എന്ന് പറഞ്ഞ് സംസാരിക്കണ രീതി നിങ്ങൾക്കില്ല. പുറത്ത് ആരെങ്കിലും അങ്ങനെ വല്ല നമ്മൾ കക്കോടെ സംസാരിച്ചാൽ അവർ ബെല്ലടിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേറെ വരും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ബെല്ലടിച്ച് സംസാരിക്കാനുള്ള ഇത്ര വർഷമായിട്ടും നിങ്ങൾ വേറെ ഏത് വീട്ടിനെ സ്വപ്നം കാണണേ? കുടിച്ചിട്ടൊക്കെ ഷിജിനെയും വേറെ തന്തനെ തള്ളയും കുളിച്ച് കണ്ടില്ലാതിരിക്കുന്ന ഫേക്ക് പരിപാടി ഷാറുഖ് ഖാനെയും കൂറുഖാനൊക്കെയാണ്. അപ്പോൾ കാര്യമില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ പിന്നെ എനിക്കെന്തിനാവശ്യം? അപ്പോൾ അത് മറ്റേ അതൊക്കെ വരേണ്ട സമയത്ത് ഇപ്പോൾ ഇത് പ്രസൻറ്റ് 1000 വർഷം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 26 വർഷം തീർന്നു. ലൂപ്പ് ഹോൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ നേരത്തെ തന്നെ വന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ അത് പാസ്റ്റും ബാഡ് ഫ്യൂച്ചർ അറിയാത്തവർ അറിയില്ല. മെജോറിറ്റി മൈനോറിറ്റിക്ക് എല്ലാം കിട്ടും. പക്ഷെ പിഴവെന്താ സംഭവിക്കണേ? കോൺഫിഡൻ്റ് ആയിട്ടും ഡ്രഗ് അടിച്ച് ശ്രീകണ്ഠികൾ അരച്ച് സ്വയം പേടിച്ച് ചാവേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ, വിപരീതം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ആ മെജോറിറ്റി കിട്ടണത് പിഴവായി മാറും. അതാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ എനിക്കെന്തിൻ്റെ ആവശ്യമെന്ന് മനസ്സിലായ? പക്ഷേ മൈനോറിറ്റി ചിലപ്പോൾ ഫുള്ളായിട്ട് ജയിക്കും. എന്ന് വെച്ചാൽ മൈനോറിറ്റി ചെയ്ത് കുറച്ചുകൂടിയും കുറേ പെർഫെക്റ്റായിട്ട് ചെയ്യണം. മൈനോറിറ്റി ആരാന്ന് പറഞ്ഞില്ല? യഹൂദിയ ക്രിസ്ത്യൻസ്, പെന്തകോസ്ത്. അപ്പോൾ ആ ടൈപ്പ്. അത് പെന്തകോസ്തിൽ അങ്ങനെ ക്രൈമും അങ്ങനെ നടക്കണല്ലേ. പെന്തകോസ്തിനെ കണ്ടറിയാം. പെന്തകോസ്ത് യഹൂദിയ ക്രിസ്ത്യൻസ്, പിന്നെ ഒരു ക്രിസ്ത്യൻസും അതും പെന്തകോസ്തും. അപ്പോൾ റോമൻ കാത്തലിക്സ് വിപരീതം ചെയ്യണവർ കണ്ട പിഴവ് സംഭവിക്കണത്. ഇടയിൽ 300 വർഷമുള്ള ഡെറൈവേറ്റീവ് എന്തെങ്കിലും വന്ന് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്വയം ധൈര്യമില്ലാണ്ട് ശിഖണ്ഡികൾ അരച്ച് എന്തെങ്കിലും സ്വയം ജീവൻ കൊടുക്കണ രീതി അതിന് വന്നു കഴിഞ്ഞാൽ, ധൈര്യമില്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ കാര്യമില്ല. അതിന് പിഴവ് സംഭവിക്കാന്ന് പറയുന്നത്. പിന്നെ പെണ്ണുങ്ങൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, ശിഖണ്ഡികളെ കുറേ പേരൊക്കെ ഉണ്ടാക്കുന്നതും അതൊക്കെ അവരെ ആരാധിക്കുന്നതും മല്ലിട്ട് വേർത്തൊലിച്ച് കാശ് എക്സ്ചേഞ്ച് ആകെ മല്ലിട്ട് മണ്ണിനോട് മല്ലിട്ട് വേർത്തൊലിച്ച് ജീവിക്കുന്നതൊക്കെ ശാപമായിട്ട് വന്നതാണ്. ശിഖണ്ഡികളെ ആരാധിക്കുന്നതും ശാപമാണ്. അപ്പോൾ അതിലൊന്നും ഈ ശിഖണ്ഡികളെ ആരാധിക്കാന്ന് പറയുന്നത് തന്നെയാണ് പെണ്ണെന്ന് പറയുന്ന വാക്ക് വരുന്നതും ഹിന്ദുവും ബാക്കി ആണും ബൂസായ ജീവിതം പേര് ചൊല്ലി സംസാരിക്കാറുണ്ട്. വൃത്തിയോട് പറഞ്ഞ് വായിന്ന് ശോഷിച്ച വാക്ക് പറഞ്ഞ് പരസ്പരം പറഞ്ഞോട്ടോ. ഞാൻ അങ്ങനത്തെ വാക്കുകൾ ആരും എൻ്റെ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ വാക്കുകൾ പറഞ്ഞിട്ടില്ല. ചെറുപ്പത്തിലായാലും എനിക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നടക്കാറിയാം. വീട്ടുകാരും ആരായാലും എവിടെയാണെങ്കിലും, ഗോവയാണെങ്കിലും വികാരമുള്ള സ്ഥലമാണെങ്കിൽ ആരേതാണെങ്കിലും അവരെ പൊഞ്ഞ പറഞ്ഞിറങ്ങി ഞാനും കൊഞ്ഞ പറഞ്ഞ് നടന്നിട്ടില്ലേ. അപ്പോൾ അത് വീക്ക്നെസ്സാണ്, ധൈര്യമില്ലാത്തതിൻ്റെ ലക്ഷണമാണ്. എന്ന് പറഞ്ഞ് കുടിച്ച് നടക്കുന്നത്. സ്വന്തം ഭാര്യമാരത് ധൈര്യത്തിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ശിഖണ്ഡികൾ അരച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ മോഹൻലാൽ പെട്ടത്തലയും വരെ പറയുന്നുണ്ട്. പുനർജന്മമുണ്ട് കോണുണ്ടെന്ന് പറഞ്ഞിട്ട് നടന്നു കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിസ്റ്റിക് ഇതിനൊക്കെ അരച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇത് ശരിക്കുള്ള കാര്യം പറയണം. അപ്പം നിങ്ങൾ വിപരീതം ചിന്തിക്കേണ്ട എന്താ കാര്യം? നിങ്ങൾ ചിന്തിക്കും ഞാൻ കൊഞ്ഞപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞ് നടന്ന് ഡിസ്കസ് ചെയ്ത് നടന്ന് വീട്ടുകാരെ പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ മാറാൻ പഠിക്കുക. അല്ലാണ്ട് അത് തന്നെ നിങ്ങളുടെ നോണേ നിങ്ങൾ ശിഖണ്ഡികളല്ല ഞങ്ങൾ ഡ്രഗ് അടിച്ച് പിടിച്ച് നടന്നു. അത് തന്നെയാണ് ഒരു വളഞ്ഞ മോദം കണ്ടിട്ടില്ലേ? ഡ്രഗ് അടിച്ചിട്ട് നട്ടാൽ അവർക്ക് ഇങ്ങനെ ചുക്കൊരു ഇത്ര ഉണ്ടാവുള്ളൂ, 4 അടി 5 അടി പൊക്കം. എന്നിട്ട് വൃത്തികേട് വന്ന് സിഗരറ്റ് വലിച്ച് നട്ട് അവരുടെ തന്നെ ശോഷിച്ച അവസ്ഥ അവരുടെ നാവുകൊണ്ട് വൃത്തികേട് പറഞ്ഞ് നരകി നീക്കി പറഞ്ഞ് സ്വയം മരുന്നൂട്ടി വാങ്ങി പെണ്ണുങ്ങൾ പിൽസ്, അബോർഷൻ, പ്രഗ്നൻറ്റ്, യൂട്രസ് ഡ്രഗ് അടിച്ച് നടക്കണവർ ഇവ കൂടുതലാണ്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരും ബീഡി, സിഗരറ്റ് വലിച്ച് പിൽസ്, അബോർഷൻ, പ്രഗ്നൻസി പറഞ്ഞാൽ ഉണ്ടാക്കി വളർത്തി കുഴപ്പമില്ല. കുറേ നാൾ കഴിഞ്ഞാൽ വലുതാവും പറഞ്ഞാൽ അങ്ങോട്ട് ദൂരെ പറിച്ചങ്ങോട്ട് സ്വന്തം പറമ്പിൽ തന്നെ കുഴിച്ചിടും. അങ്ങനെയുള്ളവരോട് നിങ്ങൾ സംസാരിക്കാൻ പോണേ എവിടെയായാലും. അങ്ങനെയുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് വല്ല കാര്യമുണ്ടോ? അത് അവർക്ക് പറയാൻ തിരിയണല്ലേ, ഇവർക്ക് പറയുന്നത് ഇവർക്കും തിരിയണല്ലേ. പോലീസുകാരൊന്നും അറിയില്ല. സ്വന്തം പറമ്പിൽ കുഴിച്ചിട്ട് ദ്രവിച്ച് അബോർഷൻ ചെയ്ത് കുഞ്ഞ് ചത്തു കഴിഞ്ഞാൽ ആരറിയാനാണ്? അത് നടന്നോ? ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് നടക്കുക. എന്നിട്ട് അരുന്നൂട്ടി വാങ്ങിയിരിക്കും. പിന്നെ കുറേ പിൽസ് കഴിച്ചിട്ട് ഇങ്ങനെ അബോർഷൻ ചെയ്ത് മടുത്ത് പിൽസ് കഴിച്ച് തുടങ്ങും.
എന്നുവെച്ചാൽ അങ്ങനെ മക്കളുണ്ടാക്കണ്ട, അതിന് ദ്രവ്യാഗ്രഹവും വൈരാഗ്യവും ഏഷണിയും കാമം എല്ലാം വന്നു കഴിഞ്ഞിട്ട് പിൽസ് കഴിച്ചു തുടങ്ങി കുറേ ഒരു 15 വർഷത്തിലുള്ള ശരീരത്തിൻ്റെ ഘടന എല്ലാം തീരുമ്പോൾ താറുമാറാകുമ്പോൾ ഇത് ശ്വാസം പൊട്ടി തുടങ്ങും. 4 ദിവസം ശ്വാസം പൊട്ടി ചാവും. എന്താ കാര്യം? അങ്ങനെയുള്ള വേസ്റ്റുകൾ ഇങ്ങനെ ജീവിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? തന്തയ്ക്ക് തള്ളയ്ക്കും ശിഖണ്ഡികൾ ആരാച്ച് ചേർന്നിട്ട് ആരും ഇങ്ങനെ ഇരിക്കുക, ശിഖണ്ഡികൾ അരച്ച് ശരിക്കുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെയുള്ളവർ ഓരോരു പേര് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അറിയാത്തവർ പേര് ഓർത്തിട്ട് തന്നെ കാര്യമില്ല. അപ്പോൾ ആയിരുന്നു പൊട്ടി ചാവാൻ തരുന്നത്. ശരിക്കുള്ള കാര്യം അറിയാണ്ട് വിപരീതം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല.